ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പാമ്പുകളെ സംബന്ധിക്കുന്ന പാമ്പുകളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാമ്പുകളെക്കുറിച്ചുള്ള ഏതാനും ക്വസ്റ്റ്യൻസ്. പാമ്പെന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണ്? പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നൊരു ഭയമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, 100% ശരിയാണ്. പാമ്പെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഭയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം പാമ്പിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു. പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തെ എന്തായിരുന്നു ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ട്. ഹിന്ദു പുരാണത്തിൽ പോലും ഹിന്ദു വിശ്വാസ പ്രകാരം പാമ്പിന് ഉയർന്ന സ്ഥാനം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കേട്ടോ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കാണാം. പാമ്പുകളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാം. പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി. പാമ്പുകളെ കുറിച്ചുള്ള പഠനം ഓഫിയോളജിയാണ്. അതുപോലെ തന്നെ പാമ്പുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓഫിയോളജി. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ, അതായത് ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജിയാണ്. പാമ്പ് ഒക്കെ ഏത് വർഗത്തിൽപ്പെട്ടതാണ്? പാമ്പൊക്കെ ഉരക വർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. പാമ്പ് ഉരക വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ പാമ്പുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി. അതുപോലെ പറയുകയാണെങ്കിൽ പത്തി വിടർത്തുന്ന പാമ്പ് ഏതാണെന്ന് അറിയാമോ? മൂർഖനാണ്. പത്തി വിടർത്തുന്ന പാമ്പ് ഏതാണ്? മൂർഖനാണ്. ഇനി ഓർത്ത് വെച്ചുകൊള്ളുക. മൂർഖന്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? മൂർഖന്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? തലച്ചോറാണ്. മൂർഖന്റെ വിഷം തലച്ചോറിനെ ബാധിക്കുന്നു. അതുപോലെ ഒരു അണലി നിങ്ങളുണ്ടോ? അണലി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചേനത്തണ്ടൻ. ചേനത്തണ്ടൻ എന്നൊക്കെ അണലി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീരഭാഗമാണ് ഏത്? വൃക്ക അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീരഭാഗമാണ് ഏതെന്നറിയാമോ? വൃക്ക അല്ലെങ്കിൽ രക്തപര്യനാവസ്ഥ. അണലിയുടെ വിഷം രക്തപര്യനാവസ്ഥയെ ബാധിക്കുന്നു അല്ലെങ്കിൽ വൃക്കയെ ബാധിക്കുന്നു. അതുപോലെ ശംഖുവരയന്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ശംഖുവരയന്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശമാണ്. ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് ഏതാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കടൽ പാമ്പുകളാണ്. ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് കടൽ പാമ്പുകളാണ്. അതുപോലെ പാമ്പിന്റെ വിഷത്തിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. പാമ്പിന്റെ വിഷത്തിന്റെ നിറം മഞ്ഞയാണ്. ഏറ്റവും വലിയ പാമ്പാണ് അനാക്കൊണ്ടയാണ് ഏറ്റവും വലിയ പാമ്പെന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രം ഏതാണെന്നറിയാമോ? കേരളത്തിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രമാണ് മണ്ണാറശാല നാഗക്ഷേത്രം. മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ തന്നെ വെട്ടിക്കോടും മണ്ണാറശാല കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണാറശാലയെ പോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്നൊരു നാഗക്ഷേത്രമാണ് ഇത് വെട്ടിക്കോട് നാഗക്ഷേത്രം. കേട്ടോ, വെട്ടിക്കോട്ട് ആയില്യം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. വെട്ടിക്കോട്ട് ആയില്യം ഭയങ്കര ഫേമസ് ആണ്. കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട് ആയില്യം. അതുപോലെ തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാല ആയില്യം. കേട്ടോ, മണ്ണാറശാല ആയില്യമായിട്ട് കൊണ്ടാടുന്നത് തുലാമാസത്തിലെ ആയില്യത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന മരുന്ന് ഏതാണെന്ന് അറിയുമോ? ആൻറ്റീവെനം. ഓർത്ത് ചൂടുക. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന മരുന്നാണ് ആൻറ്റീവെനം. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നു. കർഷകന്റെ മിത്രം ഏതാണ്? ചേര. ചേര നമ്മളൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ. കാണാറില്ലേ? ഒരു മഞ്ഞ നിറത്തിൽ ഇങ്ങനെ പോകുന്നു, പുരയിടത്തിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ, ചേര. പക്ഷെ കർഷകന്റെ മിത്രം എന്നാണ് ചേര അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹിന്ദു വിശ്വാസ പ്രകാരം പാമ്പുകളെ ദൈവമായിട്ട് അല്ലെങ്കിൽ സർപ്പത്തെ ദൈവമായിട്ട് ആരാധിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. സർപ്പക്കാവുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിൽ സർപ്പക്കാവുകൾക്കുള്ള പങ്കെന്താണ്? വളരെ വലുതാണ് കേട്ടോ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിൽ സർപ്പക്കാവുകൾ നല്ല ഒരു പങ്ക് വഹിക്കുന്നതുമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനുഷ്യന് പേടിയുള്ളൊരു ജീവിയാണ് പാമ്പ് അല്ലെങ്കിൽ സർപ്പം എന്ന് കരുതി അവയെ കണ്ടാൽ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും ശ്രമിക്കരുത് കേട്ടോ. അതെന്ത് ചെയ്യും? ഗുണത്തേക്കാളേറെ ഒരുപാട് ദോഷം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഒരു ജീവിയെയും ഉപദ്രവിക്കുന്നതോ കൊല്ലുന്നതോ ശരിയായ നടപടിയല്ല.
കേട്ടോ. അത് പാടില്ല, ഒരു ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു പക്ഷേ നമ്മളുടെ വീട്ടിലെങ്ങാനും ഒരു പാമ്പോ കയറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വളരെ വിദഗ്ധമായിട്ട് പാമ്പ് പിടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ വില കുറച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. പാമ്പിനെയും സേഫാക്കും, വീട്ടുകാരനെയും സേഫാക്കും കേട്ടോ. അല്ല വീട്ടിലൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഉടനെ അതിനെ തല്ലിക്കൊല്ലാനൊന്നും ശ്രമിക്കരുത് കേട്ടോ. അത് ഒന്ന് രണ്ട് ഡ്രോബാക്ക് ഉണ്ട് എന്ന് ചിലപ്പം കേട്ടോ. ഉപദ്രവിക്കാൻ പാടില്ല, ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ.